Good morning. കേൾക്കാമോ? Good morning. Good morning, miss. Good morning, ma'am. Good morning. Okay, prayer ആരാണ്? Prayer. Prayer ഞാനാണ് മാം. Okay, എടുക്കണം. ഹലോ. പഠിക്കോളൂ. വോയിസ് ക്ലിയർ ആണോ മാം? അതെ അതെ ക്ലിയർ ആണ്. ഓക്കെ. ഹൃദയരാഗതന്ത്രി. ഹലോ. പഠിക്കോളൂ. ഹലോ. പഠിക്കോളൂ. മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും ഞങ്ങൾ പാടുമീ ചോടുവയ്ക്കുമീ പദങ്ങൾ കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ ചരങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രി മീട്ടി. Okay. Next thought of the day. Good morning, ma'am. Good morning. Wayanad. Old friends are gold. New friends are diamond. You get the diamond, not the forget gold. Because only gold can hold the diamond. പഴയ സുഹൃത്തുക്കൾ സ്വർണമാണ്, പുതിയ സുഹൃത്തുക്കൾ വജ്രവുമാണ്. നിങ്ങൾ വജ്രം ലഭിച്ചാൽ സ്വർണത്തെ മറക്കരുത്, കാരണം സ്വർണത്തിന് മാത്രമേ വജ്രം പിടിക്കാൻ കഴിയുള്ളൂ. APJ അബ്ദുൽ കലാം. Okay, very good. Yes, signing. ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് മാം. Good morning. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം എന്ന് പാടിക്കൊണ്ട് ലോകത്തെ എല്ലായിടത്തുമുള്ള മലയാളി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ കുഞ്ഞുണ്ണി മാഷിന്റെ 2 കവിതകൾ ഞാനിവിടെ പാടാം. ഞാനൊരു പാട്ടു പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തിൽ വച്ചിട്ടുണ്ട്. അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം. കുട്ടികൾക്കേറെ ഇഷ്ടപ്പെട്ട ഹായ് ടായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളാണിവ. ആതിര മാമിന്റെ ക്ലാസ് സൈനിങ് ചെയ്യുന്നു. ഫ്രം സൽമ ഫ്രം കണ്ണൂർ. Okay, Salma. Very good morning to all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay. കഴിഞ്ഞ ക്ലാസ്സിലെ ജോബ്സ് ആരല്ലേ എടുത്തത്? ഇംഗ്ലീഷ് എന്റെ ക്ലാസ്. Yes, ma'am. നമ്മൾ എവിടെ വരെ എടുത്തത്?
ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് സോഷ്യലൈസേഷൻ അതിന്റെ മുകൾ ഭാഗം വരെയാണ്. ഒരു ഭാഗം ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷൻ തുടങ്ങിയോ? ഇല്ല മാം. ഇല്ല ഇല്ല. ഓക്കെ, യെസ്, നമുക്കത് എടുക്കാം. നമുക്ക് ഇന്നിപ്പോ ഒരു ലൈവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ മാം. ചെയ്തിട്ടുണ്ടോ? ഓക്കെ മാം. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇല്ലാത്തപ്പോ ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് ലൈവായിട്ട് ചെയ്യാൻ നോക്കാം. വേറെ ഒന്നുമില്ല, ഇതിനിപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സോ കാരണം സമയം മൂലം നമുക്ക് എത്ര പേരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നറിയില്ല. അതായത് ഒരാൾക്ക് മാക്സിമം ഒരു 4 മിനിറ്റോ 5 മിനിറ്റ് കൂടുതൽ ആവാൻ പാടില്ല കേട്ടോ. പറയാം, ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ഇമാജിനറി ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? മെന്റൽ ആക്ടിവിറ്റി ഇല്ല മിസ്. ഇല്ല മാം. ക്ലാസ്സിൽ ഒരു ലൈവ് ആക്ടിവിറ്റീസും ചെയ്തിട്ടില്ല. മാം ഒരു ക്ലാസ് ചെയ്തില്ല നമ്മളെ ലഹരി അതിനെ പറ്റി പറഞ്ഞില്ലേ? ഒരാള് പറയൂ. മാമിന്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു ടോപ്പിക്? ടോപ്പിക് അറിയാമോ? മാമിന്റെ ക്ലാസ് തന്നെ ഒരിക്കൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലഹരിയുടെ അത് ഒരു ക്ലാസ്സിൽ മാമിന്റെ ക്ലാസ്സിലായിരുന്നു. ലഹരിയെ പറ്റിയിട്ട്. അത് ഓക്കെ, അതൊന്നല്ല. ടോപ്പിക് തരാം. ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. ഇതാണ് ടോപ്പിക്. ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ വളരെയധികം എക്സ്പ്രസീവ് ആയിട്ട് തന്നെ സംസാരിക്കണം. ആ സമയത്ത് ഉണ്ടായ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയായിരിക്കണം നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടത്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം എല്ലാവരുടെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എക്സ്പ്രസീവ് ആയിട്ട് തന്നെ സംസാരിക്കണം. വെറുതെ എന്റെ ജീവിതത്തിൽ ഇത് നടന്നു അത്ര എങ്ങനെയല്ല പറയേണ്ടത്. ആ സമയത്ത് എങ്ങനത്തെയൊക്കെ ഫീലിങ്സ് ആണ് നിങ്ങളിലൂടെ കടന്നു പോയത്, എങ്ങനെ അതില് ആരൊക്കെ അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു, ആ ഒരു സിറ്റുവേഷൻ എത്രത്തോളം നിങ്ങൾ ആസ്വദിച്ചു എന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം, അങ്ങനെ സംസാരിക്കാം. ക്ലിയർ? ടോപ്പിക് ഇതാണ്, ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. ഒരു 2 സെക്കൻഡ് നോക്കിയോളൂ. ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. മനസ്സിലായല്ലോ? മനസ്സിലാകാത്തവരുണ്ടോ? ചോദ്യം? എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഒരു തമ്പ് അടിച്ചേ. തമ്പടിക്കാം. തം ഒരാളാണോ ഓക്കെ ആയത്? ബാക്കിയുള്ളവരിവിടെ? മിസ് എന്താ പറഞ്ഞത്? ഞാൻ ക്ലാസ്സിൽ ഇപ്പൊ കേറുന്നുള്ളൂ, മനസ്സിലായില്ല. റഷിദ, നമ്മളിപ്പോ ഒരു മെന്റൽ ആക്ടിവിറ്റി ചെയ്യാണ്, ഒരു ഇമാജിനറി ആക്ടിവിറ്റി ചെയ്യാണ്. ലൈവ് ആയിട്ടൊരു സെഷനാണ്. അതായത് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടൊരു മൊമെന്റ് അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റ് മൊമെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഓരോരുത്തർ സംസാരിക്കണം. നിങ്ങൾ ഓരോരുത്തർ സംസാരിക്കണം. മാക്സിമം ഒരു 4-5 മിനിറ്റിനുള്ളിൽ അത് പറയണം. വളരെ എക്സ്പ്രസീവ് ആയിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയാണ്, നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കണം സംസാരിക്കേണ്ടത്. ഓക്കെ? യെസ്, ഞാൻ വിളിക്കാം. ആര്യ വികാസ്. ആര്യ. ആര്യ, ആക്ടിവിറ്റി കേട്ടല്ലോ? എഴുതിക്കൊണ്ടിരിക്കുന്നോ? എഴുതണ്ടോ? പറഞ്ഞാ മതി. എന്തിനാ എഴുതണ്ടേ? നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? ക്ലാസ്സിൽ സംസാരിക്കാം അതിനെപ്പറ്റി. ലൈവായിട്ട് ഇവിടെ സംസാരിക്കാനാണ് പറഞ്ഞത്. എഴുതണ്ട നിങ്ങളാരും. ക്ലിയർ ആയില്ല പറഞ്ഞത്?
മനസ്സിലായി മാം. ആ ആര്യ പറയൂ. എന്റെ മൊബൈലിൽ ഹാപ്പിയസ്റ്റ് സംഭവിച്ചത് ആദ്യം കോളേജ് ലൈഫ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫ്രണ്ട്സായി കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോ ഒന്ന് നല്ല സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു മൊമെന്റ് എനിക്ക് ഉണ്ടായത്. ചോദിച്ചത് അതല്ല, ഏറ്റവും ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് മാത്രം. ഓക്കെ, പ്രിപ്പയർ ചെയ്യാൻ സമയമാണെങ്കിൽ പിന്നെ തരാം കേട്ടോ. ആര്യ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ഞാൻ അടുത്ത് കളിക്കാം. അമൃത അനീഷ്. അമൃത. മിസ് എനിക്ക് ഒട്ടും വയ്യ. ഞാൻ ക്ലാസ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേറിയതാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇയർ ബാലൻസിന് പ്രോബ്ലം കാരണം തലകറക്കാണ്. യെസ്. അമൃത പ്രജി. യെസ് മാം. അമൃത പറയൂ, ഹാപ്പിയസ്റ്റ് ഡേ ഏതായിരുന്നു? ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്റെ മോൾ ഉണ്ടായതായിരിക്കും മാം. ഫസ്റ്റ് ടൈം ആദ്യത്തെ മോൾ ഉണ്ടായത്. അപ്പോൾ എനിക്കന്ന് 22 വയസ്സായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷൻ. എൻ്റെ ചേച്ചിക്ക് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ലേബർ ടൈമിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ്റെ ആളായിരുന്നു. ഇപ്പം കുറെ കുറഞ്ഞു. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോഴേ പേടിയുള്ള ആളാണ് ഞാൻ. കാരണം അതുവരെ ചെറുപ്പത്തിൽ മുതൽ അത്രയും വരെ ഞാൻ ഹോസ്പിറ്റലിലൊന്നും അഡ്മിറ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു ഇഞ്ചക്ഷൻ പോലും അങ്ങനെ വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ചേച്ചീൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ സ്റ്റിച്ചൊക്കെ പൊട്ടി ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയപ്പോൾ അപ്പോഴേ ഞാൻ അമ്മയോടൊക്കെ പറയും, എനിക്ക് സിസേറിയൻ മതി അമ്മ, എനിക്ക് നോർമൽ ഡെലിവറി ഒന്നും വേണ്ട. ഭയങ്കര കോംപ്ലിക്കേഷൻ, ബ്ലീഡിങ്ങും ഭയങ്കര പ്രശ്നമായിരുന്നു ചേച്ചീൻ്റെ കാര്യത്തിൽ. അപ്പോൾ എൻ്റെ സമയം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. BP ഒക്കെ ഹൈ ആയോ, ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ആവുമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹസ്ബൻഡിനോടൊക്കെ അവർ ചോദിച്ചു. പിന്നെ എൻ്റെ നല്ല ഹെൽത്തി ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു മോക്ക്. അപ്പോൾ ആദ്യം തന്നെ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ഡെലിവറി പോസിബിൾ ആവുമോ എന്ന് അറിയില്ല, കാരണം ബേബിക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പെയിൻ ഒന്നും വരുന്നില്ല. അപ്പോൾ ഡോക്ടർ ചോദിക്കുമല്ലോ നമ്മളെ ഫാമിലിയുടെ അടുത്ത്. അപ്പോൾ അവരും പറഞ്ഞു എന്നാൽ സിസേറിയൻ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സിസേറിയൻ ചെയ്തു. അപ്പോഴത്തേക്കും വാവ ഉള്ളിൽ നിന്ന് മഷി കുടിക്കുമെന്നല്ലേ പറയാ, അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവനെ ICUയിലൊക്കെ മാറ്റി. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം റൂമിൽ കൊണ്ടുവന്ന് വാവനെ കണ്ട് ആ ഒരു മൊമെന്റാണ് എനിക്ക് ഏറ്റവും വലിയ ഹാപ്പി ആയിട്ട് തോന്നിയത്. ഓക്കെ, യെസ്. അപ്പൊ എങ്ങനെയുള്ള ഒരു സന്തോഷമാണ് തോന്നിയത്? എങ്ങനെയുള്ള ഫീലിംഗ് ആയിരുന്നു? അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞത്. ഓക്കെ, സ്പീച്ച്ലെസ് ആണ് പറയാനായിട്ട് അല്ലേ? ആ, ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്. നെക്സ്റ്റ് ജീന വർഗീസ്. 5 മിനിറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പറയാം. നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിന് നമുക്ക് പ്രിപ്പറേഷൻ വേണോ? ജീന പറയോ. ഓക്കെ, നെക്സ്റ്റ് സിമി. യെസ് മാം. ആ. ഏറ്റവും സന്തോഷം നിറഞ്ഞത് 2 മക്കളുണ്ടായതാണ്. പക്ഷെ അതിനേക്കാൾ ഒരു ഉപരി എൻ്റെ മനസ്സിൽ കൂടുതൽ ഇപ്പൊ അടുത്ത് തങ്ങി നിൽക്കുന്നത് വേറൊരു സംഭവം ഉണ്ടായതാ. എന്താന്ന് വെച്ചാ അത്ര കുറച്ച് നാളെന്ന് വെച്ചാൽ ഇത്തിരി കുറച്ച് കാലങ്ങളായിണ്ട്, 2-3 വർഷത്തിന് മേലേക്ക് ആയിണ്ട്. മോനിങ്ങനെ പനിയായിട്ട് കിടക്കണ്. അപ്പൊ അവൻ എൻ്റെ അടുത്തല്ല കിടക്കണ്, വേറെ റൂമിലാണ്. അവൻ വലുതായി. അപ്പൊ പനിയായിട്ട് കിടക്കുമ്പോ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവര് വിളിക്കണത് പോലെ തോന്നും. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇവന് വന്ന് തൊട്ടു നോക്കും, പനി കൂടുതലുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കും. അങ്ങനെയായിട്ട് ഞാൻ പോയി കിടക്കും. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞപ്പോ എന്നെ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. അപ്പൊ ഞാൻ ഇവന്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോ പനിയൊന്നും ഇല്ല. എന്താ പനിയൊക്കെ പോയി. ഇപ്പൊ നോർമല് ചൂടായി ശരീരത്തിന്. ഇപ്പൊ എനിക്ക് സമാധാനായി. ഞാൻ തിരിച്ച് റൂമിലേക്ക് കയറാൻ പോകുമ്പോ വീണ്ടും അമ്മയെന്ന് വിളി കേട്ടു. അമ്മയെന്ന് വിളി കേട്ടപ്പോ ഞാൻ എന്തത് ഈ സമയത്ത് ആരാ അമ്മയെന്ന് വിളിക്കണ്? എന്നിട്ട് മോനെ വന്നിട്ട് തട്ടി വിളിച്ച്, എന്താ കണ്ണാ നീ അമ്മേനെ വിളിച്ചത്? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ചൊന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഞാൻ ആ വിളി കേൾക്കാം അമ്മേന്ന്. അപ്പൊ അമ്മേന്ന് വിളിച്ചിട്ട് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോ
എന്താ പറയാ, പ്രതീക്ഷിക്കാണ്ട് ഞാൻ അന്തം വിട്ടുപോയി. ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുക. സർപ്രൈസ് ആയിട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ് 12 കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ ഹസ്ബൻഡ് എവിടെ പുറത്തായിരുന്നോ? ഏ ഹസ്ബൻഡ് പുറത്തായിരുന്നോ? എന്ത് മാം? ഹസ്ബൻഡ് പുറത്താണോ, അബ്രോഡ് ആയിരുന്നോ എന്ന് ചോദിച്ചത്. ആള് പുറത്താണ്. ആ ആള് പുറത്തായിരുന്നു. അപ്പൊ പ്രതീക്ഷിക്കാണ്ട്, ഞാൻ അത് പ്രതീക്ഷിക്കണേ ഇല്ല. ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ വീട്ടിലായാലും ആങ്ങളെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ആള് പറഞ്ഞിട്ടുണ്ട് പറയരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അമ്മയെന്ന് വിളിച്ച, അപ്പൊ എപ്പോഴും ആള് പുറത്തു പോയാലും എവിടെ നിന്ന് വന്നാലും അമ്മേനെ വിളിച്ചിട്ടാണ് അകത്ത് കയറാ. അമ്മേനെയാണ് വിളിക്കുള്ളൂ. അപ്പൊ അമ്മയെന്ന് വിളിച്ചിട്ട് ഇതായപ്പോ 2-3 പ്രാവശ്യം ആയപ്പോണ് പുറത്തുനിന്നാണല്ലോ ശബ്ദം കേൾക്കണെന്ന് വിചാരിച്ചത് ജനാല തുറന്നത്. അതില് തുറന്നില്ല, ആ സമയല്ലേ. ജനാല തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോ ഉണ്ട് എറിയത്ത് ആള് ഇരിക്കണ്. ഞാൻ വിശ്വസിക്കണോ വേണ്ടയോ, എനിക്കൊന്നും മനസ്സിലാവണില്ല ആ സമയത്ത് എന്താ ചെയ്യണ്ടേന്ന്. അതായിരുന്നു ഹാപ്പിയസ്റ്റ് മൊമെന്റ് അല്ലേ? ഞാൻ ജനാല തുറന്ന് ഞാൻ ഇങ്ങനെ തന്നെ വായും പൊളിച്ച് നിക്ക. അപ്പൊ ആള് പറഞ്ഞു, നീ എന്തിങ്ങനെ നിക്കണ്, ഞാൻ നിന്റെ ഭർത്താവിനെയാ, വാതിൽ തുറക്ക്. ഓക്കെ സിജി, ഓക്കെ then അങ്ങനെ ഒരു റിങ്ങും തന്നു. അപ്പൊ ഒരു ഭയങ്കര, അതൊന്നും മറക്കാൻ പറ്റാത്തൊരു സംഭവം. ഓക്കെ സന്തോഷമായി അല്ലേ? സന്തോഷായി. അനു തോമസ്, ഓക്കെ അനു തോമസ്, അനു yes. ദീപ ഷിജോ, ദീപ ജില്ല ദേവദാസ്, ജില്ല പറയൂ. ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് ആണോ എങ്ങനെയാ പറയണ്ടെന്ന് അറിയില്ല. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പറയാൻ പറ്റാത്തത് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഇംഗ്ലീഷിൽ പറയണേന് ഒരു കുഴപ്പമില്ല കേട്ടോ. ജില്ല അത് പറയൂ. ഞാൻ പിന്നെ ചെറുതില് നമ്മളെ ഒരു 1-ാം ക്ലാസ് ആ സ്റ്റാൻഡേർഡിൽ എനിക്ക് പഠിക്കുമ്പോൾ അത് ആലോചിച്ച് തന്നെ സന്തോഷം വരുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. അത് നടന്നിട്ടായിരുന്നു സ്കൂളിൽ പോവുക. അപ്പൊ അന്ന് പിന്നെ തിരിച്ചു വരുമ്പോ ഒറ്റയ്ക്കായിരുന്നു. നമ്മള് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് സൈഡിൽ റേഞ്ച് നിന്നൊക്കെ ഓരോ ഉള്ളിടത്തൊന്ന് നീ ഉറക്കുണ്ടാവുന്നു. നിൽക്കോ ജില്ല, കുറച്ച് റേഞ്ച് ഉള്ളിടത്തൊന്ന് നീ നിൽക്കോ. ഓക്കെ മാം, ഓക്കെ. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. അപ്പൊ ഞാൻ തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോ നമുക്കൊരു പിന്നെ സയൻസ് എക്സിബിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ അന്നേരം നമ്മളെ നാട്ടിലേക്ക് വരാൻ ഒരു വിജനമായ ഒരു സ്ഥലം മലമ്പ്രദേശമുണ്ട്. ഇടയിലൊക്കെ കുറേ നായ്ക്കൾ, ഒരു 5-6 നായ്ക്കളുണ്ട്. അവരിങ്ങനെ, ഞാൻ ആകെ ഭയന്നിട്ട് ഞാനൊരു പൂച്ചിയാ. ആ പൂച്ച അപ്പൊ നായ്ക്കള് ഒക്കെ ഭയപ്പെട്ട്, ഞാനാണോ ഭയപ്പെടുന്നത് നായ്ക്കളാണോ ഭയപ്പെടുന്ന രീതിയില്ല. നായ്ക്കളെ റോഡിലേക്ക് ഞാനാണോ നിന്നെടുക്കുന്നത്. അതെനിക്ക് ഇപ്പോഴും ഒരു ഇതാണ്. ഞാൻ ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറയാൻ, ഞാൻ കുറച്ച് പൊള്ളി വെച്ച് കിടന്നില്ലേനു. എനിക്ക് എണീറ്റ് നടക്കാനേ പറ്റിയിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊക്കെ നടക്കാനൊക്കെ ഒന്നും കഴിയൂല, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണോന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം എനിക്ക് ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഞാനിങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഇട്ടോ, രാത്രി ഉറങ്ങുമ്പോ ഞാൻ കാണുന്നത് ആരോ കാല് പിടിച്ചിട്ട് കൊടയുന്നത് പോലെയാണ്. അപ്പൊ പിറ്റേന്ന് രാവിലെ ഇവരൊക്കെ വന്ന് ഭക്ഷണമൊക്കെ തരുന്ന വെറുതെ ഞാൻ പിന്നെ നമ്മളെ ഓർമ്മിക്കാണ്ട് എഴുന്നേൽക്കൂല. ആ എണീറ്റ് നടന്നപ്പോ ഭയങ്കര ഒരു സന്തോഷം, ഒരു ഫീലിങ്. എനിക്ക് ഒരിക്കലും നടക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥയില് എണീറ്റ് നടന്നപ്പോ എനിക്ക് ഇത് രണ്ടും എന്റെ ജീവിതത്തില് മറക്കാൻ പറ്റാത്ത. എന്തൊക്കെയോ മനസ്സിലായുള്ളൂ, പക്ഷെ മനസ്സിലായ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. ഓക്കെ, ഞാൻ അടുത്ത ആളെ വിളിക്കാം. റോഷ്നി കുഞ്ഞുമോൻ, റോഷ്നി. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? റോഷ്നി പറയൂ. എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ 2022 ജൂൺ 6 അന്ന് എൻ്റെ കല്യാണത്തിന്റെ ദിവസമായിരുന്നു. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, എങ്ങനെയാ പറയണ്ടേന്ന് അറിയത്തില്ല. കാരണം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ലൈൻ അടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്കങ്ങനെ എന്തുവാ
എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ നമുക്കിങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ കല്യാണത്തിന്റെ ദിവസം ഒത്തിരി സന്തോഷമായി. അത്രേ ഉള്ളു. അതാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ അല്ലേ? ഏറ്റവും ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോ അത് വളരെ നല്ല ഒരു ഇതായിട്ട് തോന്നി. നല്ല രസമായിരുന്നു ഓക്കെ, ആ ദിവസം. അതാണ് ഹാപ്പിയസ്റ്റ് മൊമെന്റ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ജീന. ജീന പറഞ്ഞതാണോ? ഇല്ല മാം. പറയൂ. എനിക്ക് എന്റെ സെക്കൻഡ് ഡെലിവറിയെ കുറിച്ചാണ് മാം പറയാനുള്ളത്. കാരണം ഫസ്റ്റ് ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു. ഒരു മിനിറ്റ് സെക്കൻഡ് ഇപ്പൊ ബാക്കിയുള്ളവര് നിങ്ങളുടെ ആ പ്രീഷ്യസ് മൊമെന്റിനെ പറ്റി ഒന്ന് ആലോചിച്ച് വെക്കുക. പറയാനുള്ളത് ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ ബാക്കിയുള്ളവര്. ഓക്കെ, ജീന പറയൂ. ഓക്കെ. അന്നേരം എനിക്ക് സെക്കൻഡ് ഡെലിവറിയുടെ സമയമായപ്പോ എനിക്ക് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ വന്നു. കൊച്ചു ബ്രീച്ച് പൊസിഷനിലൊക്കെ വന്നു. അന്നേരം എല്ലാരും ഭയങ്കര ടെൻഷനിലായിരുന്നു. രാത്രി ആയപ്പോ ഭയങ്കര പെയിനായി, എന്ത് ചെയ്യണമെന്നറിയാതില്ല. പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അന്നേരം അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കൊച്ചി ഇങ്ങനെ ബ്രീച്ച് പൊസിഷനിലായതുകൊണ്ട് നോർമൽ ഡെലിവറി നടക്കുന്നില്ല. പിന്നെ രാത്രി ഫുള്ള് എനിക്ക് പെയിൻ ആയിരുന്നു. ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ആ ഒരു ഇതിലായിരുന്നു. അങ്ങനെ രാവിലെ ഡോക്ടർ 6 മണിയായപ്പോ വന്ന് 6:30 ആയപ്പോ പിന്നെ അവര് പറഞ്ഞു സിസേറിയൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് സിസേറിയൻ ചെയ്ത് എന്നെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുത്ത് എന്നെ കാണിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം കൊച്ചു ബ്രീച്ച് പൊസിഷനിൽ നിന്ന് മാറി, പിന്നെ കൊച്ചു തലതിരിഞ്ഞ് പിന്നെയും മാറിപ്പോയി. പിന്നെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ കൊച്ചിന്റെ ഇതൊരു പൊസിഷൻ ഭയങ്കര ഇതായിരുന്നു. ഭയങ്കര കോംപ്ലിക്കേഷൻ ആയി പോയായിരുന്നു. അന്നേരം പെട്ടെന്ന് അവര് സിസേറിയൻ ഒക്കെ ചെയ്ത് കുഞ്ഞിനെ അവരെന്നെ കാണിച്ചപ്പം എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഹാപ്പിയസ്റ്റ് മൊമെന്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ജ്യോതിലക്ഷ്മി. യെസ് മാം. ജ്യോതി പറയൂ. മാം, എനിക്കും പറയാനുള്ളത് 2 കാര്യമുണ്ട്. ഒന്ന്, എന്റെ ആദ്യത്തെ മോളാണ്. അവള് ജനിച്ചാണ്. എന്റെ ആഗ്രഹം ഒരു പെൺകുട്ടി വേണമെന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം ഡെലിവറി കഴിഞ്ഞ് ആദ്യമായിട്ട് ഡോക്ടർ വന്ന് എന്റെ അടുത്ത് ഇപ്പോഴും ഡെലിവറി കഴിഞ്ഞപ്പോ ആദ്യം വന്ന് മോളാന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ല, സന്തോഷം ഇപ്പോഴും എനിക്ക് സന്തോഷമാണ്. അപ്പം കരച്ചില്ല. മോളുടെ പേര് എന്താണ്? ആരാധ്യ. ഭൂമിന്ന് വിളിക്കുന്നു. 2 പേരും പെൺകുട്ടികളാണ്. എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടം. എല്ലാവരോടും കൂടി ചോദിക്കാണ്, നിങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെ. ആരാധിച്ച് ചോദിക്കുന്നതല്ല, പെൺകുഞ്ഞി എല്ലാവരോടും കൂടി ചോദിക്കാം, പെൺകുട്ടികളോടാണ് ഇഷ്ടം. നമ്മ പെൺകുട്ടികളെ ആൺകുട്ടികളോട് ഇഷ്ടമല്ല, പക്ഷെ നമുക്ക് ഒരാഗ്രഹം അല്ലേ? പെൺകുട്ടികളെ നമുക്ക് എപ്പോഴും ഒരുക്കി കൊണ്ട് നടക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം. അത് ഭയങ്കര കിട്ടുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത കാര്യമാണെന്നാണ് എല്ലാവരും പറഞ്ഞിങ്ങനെ കേട്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അവളെ കിട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് ഒത്തിരി എനിക്ക് ഒരുപാട് സന്തോഷവും വിഷമവും എന്തോ ഒരു വല്ലാത്ത ഒരു ഫീലിങ്സ് ആയിരുന്നു. പക്ഷെ എന്റെ ആഗ്രഹം പോലെ അവൾ ഒരുങ്ങത്തൊന്നുമില്ല. അവൾക്ക് ഒരുങ്ങുന്ന കാര്യമേ ഇഷ്ടമല്ല. നേരെ ഓപ്പോസിറ്റ് ആൺകുട്ടികളുടെ സ്വഭാവം. പെണ്ണാണെങ്കിൽ അങ്ങനെ ഒരുങ്ങുന്ന മാലയിടുവോ പൊട്ടിടുവോ, അവരുടെ സ്കൂളിൽ അലൗഡ് അല്ലാത്തത് കാരണം അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ 2ാമത്തെ ആളും പെൺകുട്ടിയാണ്. പക്ഷെ അവക്കിപ്പം കുഞ്ഞാണ്, 2 വയസ്സാവുന്നേ ഉള്ളൂ. അവക്ക് പക്ഷെ വള, മാല, എല്ലാ കാര്യങ്ങളും അവൾക്ക് ഇഷ്ടം. പക്ഷെ മുടി കെട്ടുന്ന അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇഷ്ടമല്ലെങ്കിലും അവൾക്ക് ഒരുങ്ങുന്നതിനോട് താല്പര്യമുണ്ട്. പക്ഷെ അത് മറ്റേ ആളിൽ നിന്ന് ഈ ആളി സാധിക്കാൻ പറ്റും എന്നാണ് എന്റെ ഒരു ആഗ്രഹം. പിന്നെ ഒന്നുണ്ടായിരുന്നത്, ആ സമയത്ത് ഫീലിംഗ് ആണ് കടന്നുപോയത്. പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു ആ മനസ്സിലുണ്ടായത്? അപ്പൊ എനിക്ക് ആദ്യമേ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെല്ലാം വേദന നമുക്കില്ല, നന്നായിട്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്ന കൂട്ടത്തിലേ ഒരു ഇഞ്ചക്ഷൻ പോലും അത്രയ്ക്ക് പേടിയുള്ളതാണ്.
ലേബർ റൂമിൽ കയറ്റിയപ്പോ തന്നെ ഞാൻ ഇടയ്ക്ക് അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി വന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നന്നായിട്ട് പരിചയമുള്ള, എന്റെ അമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, ഹസ്ബൻഡിന്റെ അമ്മ. അപ്പൊ നമ്മളെ ഭയങ്കര എക്സ്ട്രാ കെയറിങ്ങും കാര്യങ്ങളും. അപ്പൊ അവര് വന്നു അമ്മയോട് പറഞ്ഞു, മാഡം എനിക്ക് പറ്റത്തില്ല കേട്ടോ, മോളെ കൊണ്ട് പറ്റത്തില്ല, മോളെ ഒട്ടും സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പെയിൻ വന്നപ്പം കേറി. പക്ഷെ എനിക്ക് അറിയത്തൂല്ല, ഒരു 5 മിനിറ്റിനുള്ളിൽ സംഭവം എല്ലാം എന്താ അന്നേരം വേദനയും തോന്നില്ല, ഒന്നും തോന്നില്ല. പക്ഷെ മോളെ കിട്ടി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് കരച്ചിലാണോ സങ്കടമാണോ എന്താ ഒരു എന്തൊക്കെയോ എനിക്ക് മനസ്സിൽ കൂടെ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. അന്നേരം അവര് നമ്മുടെ മുന്നിലോട്ട് എന്താ നെഞ്ചത്തോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് എനിക്ക് കാണാൻ പോലും പറ്റില്ല സത്യത്തിൽ. മോളെ ഇറങ്ങി വന്നപ്പോ ഞാൻ ഒരു അമ്മയോടൊക്കെ പറഞ്ഞു, അയ്യോ നമ്മുടെ മോള് മാറിപ്പോയി എന്ന് തോന്നുന്നു, എനിക്ക് മാറിയതാണ്, ഇതല്ല അവരെന്നെ കാണിച്ച മോള്. അതാണ് ഏറ്റവും വലിയ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്. Yes. Okay. Thank you. Meghna Santosh. ഓക്കെ മാം. Meghna. മാം, എന്റെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ ആയിരുന്നു. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നില്ല, പറഞ്ഞു. അപ്പം ഇപ്പൊ ജസ്റ്റ് ഒരു 7 months ആയിട്ടുണ്ടോ. അതിന് മുമ്പ് എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങി ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞത്? കേട്ടില്ലേ? കേൾക്കുന്നില്ല? പറയൂ. ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ ആയിരുന്നു മാം. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഇപ്പോ ഈ നവംബറിൽ വന്ന ഒരു വെഡിങ് ആനിവേഴ്സറിയില് ആരോടും പറഞ്ഞ ഞങ്ങൾ എല്ലാ വർഷവും ആഘോഷിക്കുന്ന, ഈ വർഷം വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിരുന്നാണ്. അപ്പം പെട്ടെന്ന് നോക്കുമ്പോ എന്നോടും പറഞ്ഞില്ല, ആരോടും വിളിച്ചു പറഞ്ഞില്ല, ആരുമില്ല. പെട്ടെന്ന് എന്റെ വീട് ബാംഗ്ലൂരാണേ. അപ്പം അവിടെ നിന്ന് പുള്ളിക്കാരൻ ബസ് കയറി വന്നു, ഇങ്ങോട്ട് വന്നു. സർപ്രൈസ് ആയിട്ട് എനിക്ക് ഒരു ഐഫോൺ വന്നു. ഐഫോൺ വന്ന് 2 മാസം കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരൻ ഇല്ല മിസ്സേ, ഇതായി. അപ്പോ അതായിരുന്നു ഏറ്റവും എന്റെ ജീവിതത്തിൽ ഒരു ഇതായിരുന്നു. എല്ലാ കാര്യത്തിന് ഇവന്തോ എന്താ വെച്ചാൽ ഒരു സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് പറയുമ്പോ നമുക്ക് ഇല്ല, അങ്ങനത്തെ ഒരു ഇതില്ല. എല്ലാത്തിനും ഒരു മുമ്പേ നിന്നിട്ട് എല്ലാ എന്റെ പ്രസവത്തിനായാലും എന്റെ കല്യാണത്തിനായാലും എല്ലാ കാര്യത്തിനും ഇത്. ഇവന്തോ ഇപ്പൊ പിന്നെ എനിക്ക് ഒരു സ്വപ്നം, എന്റെ ഹാപ്പിയസ്റ്റ് ഒരു ഇതാന്ന് പറഞ്ഞാൽ വീടായിരുന്നു മാം. എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് ഇവിടെ തൊട്ട് താഴെ ഒരു ചെറിയൊരു വീടായിരുന്നു, മീൻസ് ഒരു ഓടിട്ട ഒരു ജസ്റ്റ് ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്കൊരു ഇതാണ്, ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു വർഷത്തിന്റെ ഉള്ളിൽ എന്റെ ഹസ്ബൻഡ് അതും എനിക്ക് സഹായിച്ചു തന്നു. അതൊരു കാര്യം. അങ്ങനെയൊക്കെ ഓരോ ഇതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഒരു വിഷമം മാത്രമേ ഉള്ളൂ മാം, എനിക്കൊരു പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം കുഴപ്പമില്ല, എല്ലാം എന്നും ഇത് തന്നെയാണ്. അത്രേ ഉള്ളൂ. Okay, thank you. Then Suranya. യെസ് മാം, എനിക്ക് 2 ഹാപ്പി മൊമെന്റ് ആണുള്ളത്. 2ഉം എന്റെ മക്കളാണ്. ഫസ്റ്റ് എനിക്ക് പൊട്ടിപ്പെണ്ണായിരുന്നു, ശരിക്കും ഒരു കുഞ്ഞു പൊട്ടിപ്പെണ്ണായിരുന്നു ഞാൻ. അതും അച്ഛനാണ് എന്റെ ലോകം. അങ്ങനെ കഴിഞ്ഞ് ഞാന് പെട്ടെന്ന് വയസ്സ് 23 ആയപ്പോ കല്യാണം കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ച ഒരു സിനിമ സ്വപ്നം പോലെയായിരുന്നു കല്യാണം കഴിഞ്ഞ് പോയത്. അത്ര പൊട്ടിപ്പെണ്ണായിരുന്നു. ചെന്നപ്പം എന്റെ ചേട്ടനും എല്ലാം വേറൊരു ലോകം, അവരുടെ രീതിയും ഇതെല്ലാം വേറെ. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം 4-ാം പൊക്കം ദേഷ്യം കൊണ്ട് ഭിത്തിയിലേക്ക് ചേട്ടന്റെ കൈ ഇങ്ങനെ ഇടിക്കുന്ന കണ്ടപ്പോ ഞാനോ പെട്ടെന്ന് ഷോക്കായിപ്പോയി. അവിടെ കൊണ്ട് തീർന്നു. എന്തോ നിസ്സാര കാര്യത്തിനുള്ള ദേഷ്യം പുള്ളി തീർത്ത് ഭിത്തിക്കിട്ട് ഒരൊറ്റ ഇടിയായിരുന്നു. അത് കണ്ടപ്പോ ഞാൻ ആകെ കരഞ്ഞുപോയി. കാരണം എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല, ശാന്ത സ്വഭാവമാണ്. ഞങ്ങളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നായിരുന്നു. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേഷ്യവും പുള്ളിയുടെ ഇതൊക്കെ ആയിരുന്നു. ഉപദ്രവമൊന്നുമില്ല, പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ടൈപ്പായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു 3 മാസം ആയില്ല, അതിന് മുമ്പ് ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫാമിലിയിൽ നിന്നായിട്ടും ഒക്കെ പ്രശ്നങ്ങളായി. ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിലോട്ട് വന്നു. പ്രഗ്നന്റ് ആയതേ നാട്ടിൽ വന്നിട്ടാണ്. ഞങ്ങളൊരു ചെറിയൊരു ഡിവോഴ്സിന്റെ വക്കിൽ എത്തിക്കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പം പെട്ടെന്ന് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ എല്ലാ പിണക്കവും പോയി. എനിക്ക് ഇപ്പൊ ചേട്ടനെ കാണുമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കരച്ചിലായിരുന്നു. അപ്പൊ ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നു. ഞാൻ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് പ്രഗ്നൻസി അങ്ങ് പോയി.
ലാസ്റ്റ് മന്ത് ഇടയ്ക്ക് ചേട്ടനെ ബാംഗ്ലൂർ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. ലാസ്റ്റ് ഡെലിവറിക്ക് 1 മാസം മുമ്പ് ഞാൻ നാട്ടിൽ വന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കറക്റ്റ് 15 ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് പെയിൻ വന്നു. അതിനിടയ്ക്ക് തന്നെ 6 മാസമായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് ഫുൾ തളർന്നുപോയി. അപ്പൊ എന്നെ നാട്ടിലോട്ട് ആരും കൊണ്ടുവരുന്നില്ല. എനിക്കപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞ് എന്നുള്ള ഒരു ടെൻഷൻ കാരണം കൊണ്ട് ഇല്ല, ടെൻഷൻ അടിക്കരുത്, കൂളാവെന്ന് വെച്ചിരുന്നു. ഞാൻ ഭയങ്കര കൃഷ്ണഭക്തിയായിരുന്നു. അങ്ങനെ ഡിസംബർ 15 ഡിസംബർ ഫസ്റ്റ് വീക്ക് വരുന്നു. ഡിസംബർ 15 പെയിനായിട്ട് പോയി ചെല്ലുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി ആവാറായി എന്ന് പറയുന്നു. പക്ഷെ മാസം തികഞ്ഞിട്ടുമില്ല. അവർ പറഞ്ഞു നമുക്ക് കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് അവരെന്തോ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തു. എന്തോ എനിക്ക് കറക്റ്റ് അറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ 15 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞു. പിന്നെ എനിക്ക് പെയിൻ ഇല്ല. ലാസ്റ്റ് അവർ 30 ആ വികസിച്ച് നിൽക്കുന്നത് അത് ചുരുങ്ങുന്നില്ല. ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എനിക്ക് ഭയങ്കര ടെൻഷൻ, അച്ഛൻ അടുത്തില്ലാത്തതിന്റെ ടെൻഷൻ. അമ്മായിമ്മ മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അപ്പൊ എല്ലാം ഫുൾ ടെൻഷനായിരുന്നു. ലേബർ റൂമിൽ കയറി എല്ലാവർക്കും പെയിൻ വരുന്നുണ്ട്, എല്ലാവരും കയറി പോകുന്നുണ്ട്. ഞാൻ മാത്രം ഒരു പെയിനും ഇല്ലാതെ ഇരിക്കുന്നു. അവസാനം നോക്കുമ്പോൾ ഫ്ലൂയിഡ് പൊട്ടി പെയിൻ വന്നു. ഒരു 3-4 മണിക്കൂർ ഞാൻ എന്തെല്ലാം പരാക്രമം കാണിച്ചെന്ന് എനിക്കറിയില്ല. ലേബർ റൂമിൽ കയറുന്നു. പിന്നെ അവിടെ നിന്ന് ചെന്ന് അവരെന്നോട് പറയും, ഒരു 2 പെണ്ണുങ്ങൾ അടുത്ത് വന്നിട്ട് നീ നന്നായിട്ട് പുഷ് ചെയ്യൂ എന്ന് പറഞ്ഞ് നന്നായിട്ട് പുഷ് ചെയ്ത് ഞാൻ കൃഷ്ണ എന്ന് പറഞ്ഞ് കാറുമായിരുന്നു. അങ്ങനെ കാറിൽ കയറി അവസാനം ഒരു കൊച്ചുണ്ടായി. അവനെ ഡോക്ടർ എന്നോട് പറഞ്ഞത്, സുരമ്മി കൃഷ്ണനല്ല കേട്ടോ, ഒരു പെൺകുട്ടിയാട്ടോ എന്നാണ് എന്നോട് പറഞ്ഞത്. ആ കൊച്ചിനെ കണ്ടപ്പോ തന്നെ എന്റെ എല്ലാ ഇതും പോയി. നല്ല സന്തോഷമായിരുന്നു. എനിക്കറിയാൻ ഭയങ്കര സന്തോഷം. നെക്സ്റ്റ് മകന്റെ ആണെങ്കിലും ഒരു ഇതായിരുന്നു. അവന് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു. ആ കോംപ്ലിക്കേഷൻ കഴിഞ്ഞ് അവസാനം അവർ പെട്ടെന്നാണ് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ സുരമ ഡെലിവറി ആവും കേട്ടോ എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞില്ല 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓവർഫ്ലോ ബ്ലീഡിങ് ആയി. പെട്ടെന്ന് തന്നെ സിസേറിയനിലേക്ക് കൊണ്ടുവന്നു. ഒരാൾ ഒരു മുടി കെട്ടുന്നു, ഒരു സൈഡ് കെട്ടുന്നു, വേറൊരാൾ അടുത്ത സൈഡ് കെട്ടുന്നു. ഭയങ്കര പ്രശ്നങ്ങൾ. അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ടെൻഷൻ ഉണ്ട് താനും, എന്നാ ഇല്ല. അവസാനം കുഞ്ഞ് ഇറങ്ങി വരുമായിരുന്നു. അവിടുന്ന് അവര് പറഞ്ഞു നമുക്ക് പ്രസവം നിർത്താൻ പറ്റില്ല, കാരണം കുഞ്ഞ് ഇറങ്ങി വരുന്നു, ബ്ലഡ് കുടിക്കുമെന്ന് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ സിസേറിയനെ അതിലേക്ക് കൊണ്ടുപോകുന്നവരെ ഞാൻ കണ്ടു. അകത്ത് കയറി അവരെന്റെ മുഖത്ത് മാസ്ക് വെക്കുവോ ചെയ്തു, ലൈറ്റും വെച്ച് ഡോക്ടർ ഇങ്ങനെ ഡോറ് തുറന്ന് വന്ന് അപ്പോഴേ ഞാൻ മയങ്ങി. അതും എനിക്കൊരു ആൺകൊച്ച്, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ആൺകൊച്ചും വേണം ഒരു പെൺകൊച്ചും വേണമെന്ന്. അങ്ങനെ 2 പേരും കിട്ടി. പക്ഷെ 2 പേർക്കും എന്നെക്കാളും ഇഷ്ടം അച്ഛനോട് തന്നെയാന്നേ ഉള്ളൂ. ഓക്കെ മാം, ഇതായിരുന്നു എന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്. പറയാൻ എത്തിച്ച ഒരു വഴി കൊള്ളാം. നല്ല റൂട്ടായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. കേൾക്കാനായിട്ട് ഇനി എന്തായിരുന്നു എന്ന് കേൾക്കാനൊരു ക്യൂരിയോസിറ്റിയിലൂടെയാണ് സുരമ്യ പറഞ്ഞത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങളോട്. നിങ്ങളത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ എക്സ്പ്രസീവ് ആയിട്ട് കൈകാര്യം ചെയ്തു, ആ മൊമെന്റ് എങ്ങനെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് സൽമാൻ അംഷാദ്. സൽമാ. ഓക്കെ മാം. പറയൂ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ടൂർ പോയ ആ ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ടൂർ പോകുന്ന ദിവസമാണ്. കാരണം ഞാനൊരു താഴ്ന്ന ഫാമിലിയിലാണ് ഞങ്ങളധികം. അപ്പം സ്കൂളിൽ നിന്നൊന്നും അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ആ സമയത്ത് എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് പോകുന്ന ടൂറ് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അന്ന് കണ്ട ആ കാഴ്ചകളും അന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ രുചിയൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങൾ അത് കഴിഞ്ഞ് പിള്ളേരെല്ലാം ആയിട്ട് ഇപ്പോഴും ടൂർ പോകുന്നുണ്ട്. പക്ഷെ അന്ന് ആ കിട്ടിയ ആ ഒരു സന്തോഷമില്ല, ഞങ്ങൾ ഒന്നിച്ചിരുന്നുള്ള ആ ഒരു അത് പിന്നെ ഒരിക്കലും പോയപ്പോൾ ഒരു ടൂറിലും ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അന്നത്തെ ആ ടൂർ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എവിടെയാണ് പോയത്? ഞങ്ങളാ മടിക്കേരി. ഓക്കെ, നൈസ് സൽമാ, താങ്ക് യു. ഒരു മിനിറ്റ്. നസ്രത്ത് ഉണ്ടോ? നസ്രത്ത്. നസ്രത്തെ ഞാൻ മെസ്സേജ് കണ്ടു. അതൊക്കെ പോസിബിൾ ആവും. സമയം എടുത്താണെങ്കിലും പോസിബിൾ ആയിക്കോളും. പറയൂ. മാരേജ് തന്നെയാണ് ഒരു മറക്കാനാവാത്ത
സന്തോഷമായിട്ട് ഓ പറയൂ. സന്തോഷമായിട്ട് അതൻ പറയൂ. മാരേജ് തന്നെയാണ് മറക്കാനാവാത്തൊരു അനുഭവമായിട്ട് ജീവിതത്തിലുള്ളൂ. ഓക്കെ. എത്ര നാളായി മാരേജ് കഴിഞ്ഞ്? അത് 7 years ആയി. 7 years. സമയമുണ്ട് നസ്രത്ത്, ഇനി നമുക്ക് ശ്രമിക്കാം കേട്ടോ. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഉം ഉം. ഓക്കെ. ഹാപ്പി ആയിട്ടിരിക്കും. ആരെങ്കിലും ഒരാളെ ദൈവം അത് അനുഗ്രഹിച്ച് വെച്ചിട്ടുണ്ടോ? കുറച്ച് സമയം എടുക്കുമെന്നുള്ളു കേട്ടോ. ഉം ഉം. വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ലേ നസ്രത്ത്? ഓ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ലേ കുഞ്ഞുണ്ടാവാൻ? പിന്നെന്താ, വെയിറ്റ് ചെയ്യാൻ തയ്യാറാ. അപ്പൊ ഓരോ ദിവസവും ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടെ തന്നെ മുന്നോട്ട് പോവാ. എന്തായാലും ഉം ഉണ്ടാവും ഒരു ദിവസം അത് സംഭവിച്ചിരിക്കും. വിശ്വസിക്കുക, അങ്ങനെ വിശ്വസിക്കട്ടോ. ഉം ഉം. ആ ഒന്നിനും ഒരു സുഖമില്ലല്ലോ മുകളില്. ഹാപ്പിയായിട്ടിരിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം, നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും കൂടി എന്താണ് ഈ കഴിയുന്ന ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾക്കായിട്ടുള്ള ഒരു ദിവസമാണത്. അതിലേക്ക് എത്തിത്തന്നെ തരും കേട്ടോ. അപ്പൊ അതോർത്തൊന്നും ഒരു വിഷമമൊന്നും വേണ്ട, വിഷമിച്ചിരിക്കണ്ട. നമ്മൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് അത് എത്തിച്ചേരും കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കും. വിഷമം ഉണ്ടാകുമ്പോൾ കരയാം, കുഴപ്പമൊന്നുമില്ല. വിഷമിക്കുമ്പോ നമുക്ക് കരയാതിരിക്കാൻ പറ്റില്ല അല്ലെ? വിഷമങ്ങൾ വരുമ്പോ നമുക്ക് കരഞ്ഞങ്ങ് തീർക്കാം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എക്സ്പെക്ടേഷൻ വെക്കണം. ഇനി ഉണ്ടാവും, ഇനി ഉണ്ടാകും, ഇനി അത് വരും, കിട്ടുമെന്ന് വിചാരിക്കണം കേട്ടോ. സമയം എടുത്താലും ഓക്കെ ആവും. ഓക്കെ. യെസ്. ആണ് പറയോ? ടീച്ചർ ആവും, നല്ലൊരു ടീച്ചർ ആവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇനി ഒരിക്കലും നമ്മൾ ഡൗൺ ആയിട്ട് പോകരുത് കേട്ടോ. ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരിക്കലും നമ്മൾ മുന്നോട്ട് വെച്ച കാര്യം പിന്നോട്ടില്ല. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ നസ്രത്ത്? ഉണ്ടായിരുന്നു, ഇപ്പൊ നിർത്തിവെച്ച്. ഓക്കെ ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? അരുണിമ ശ്രീധർ. അരുണിമ. യെസ് മാം. പറയൂ. എന്റെ ലൈഫില് എനിക്ക് 2 ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് എന്റെ ഡെലിവറി ആണ്. 2 കുറെ മാസങ്ങൾക്ക് ശേഷം എന്റെ ഹസ്ബൻഡിനെ കാണുന്നത്. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അത് ഒരിക്കലും സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ഫസ്റ്റ് ഞാൻ പ്രഗ്നന്റ് ആയപ്പോ അബോർഷൻ ആയി പോയി. കുഞ്ഞിന് വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് അബോർഷൻ ആയി. പിന്നെ കുറെ നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡ് ടൈം പ്രഗ്നന്റ് ആവുന്നത്. അപ്പോഴും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. കുഞ്ഞിനെ സ്കാനിങ്ങിലൊന്നും കാണുന്നില്ലായിരുന്നു. വീട്ടുകാർക്കെല്ലാം ടെൻഷൻ ആയിരുന്നു. അയ്യോ എങ്ങനെയാവും. ഒരു 3 months വരെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഓടിച്ചു വിട്ടു. 3 months കഴിഞ്ഞ് പിന്നെ കുഞ്ഞിന് കുഴപ്പമില്ല, ഹാർട്ട് ബീറ്റ് ഒക്കെ ഓക്കെ ആയി, അവന് വളർച്ചയായി. പിന്നെ 5 month ആയപ്പോ വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചിട്ട് പോയി. എന്നെ വിളിച്ചിട്ട് പോയി ഒരു 2 week കഴിഞ്ഞപ്പോ ഏട്ടന് ആക്സിഡന്റ് ആയി. പിന്നെ പെട്ടെന്ന് ഭയങ്കര പാനിക് ആയിരുന്നു. കാരണം ഞാൻ പ്രഗ്നന്റ് ആണ്, ഏട്ടന് കാല് വയ്യ, സർജറി ചെയ്തു, സ്കിന്ന് റിമൂവ് ചെയ്തു കാലിലെ. അത് എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം അരുണിമ കരയാണോ? അരുണിമ എന്ത് പറ്റിയത്? പറയൂ. നമ്മളല്ലേ മാത്രമുള്ളൂ, പറഞ്ഞോളൂ. എന്താണ് പറയൂ. കരയണ്ട. താങ്കൾ ടീച്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ഇമോഷണലി വീക്ക് ആവാൻ പാടില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റണം. പറയൂ. അതില് വല്ലാത്ത സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്ന അരുണിമേനെ കരയിപ്പിച്ചത് അല്ലേ? സത്യത്തില് എനിക്ക് എന്നെ കാണാൻ വരണമെന്നുണ്ട്. കാരണം കാലിലെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിരിക്കുക. ഫുള്ള് നമ്മുടെ കാലിന്റെ പത്തിഭാഗത്ത് സ്കിന്നേ ഇല്ല, കുറച്ച് മാംസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഞാൻ പ്രഗ്നന്റ് ആണ്. പക്ഷെ എനിക്ക് ഏട്ടനെ വന്ന് കാണണമെന്ന് വിചാരിച്ചാലും പോസിബിൾ അല്ല. ഏട്ടന്റെ വീട് കോട്ടയത്തും എന്റെ വീട് കായംകുളത്തുമാണ്. എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓരോ ദിവസവും കാലിൽ ഡ്രസ് ചെയ്യണം. ആളൊട്ടും പെയിൻ സഹിക്കാത്ത ആളാ. പക്ഷെ ഓരോ ദിവസവും ഡ്രസ്സിങ്ങിന്റെ സമയത്ത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടും സംടൈംസ് ഞാൻ കരയുന്നത് ഫോണിൽ കൂടെ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നത് കുഴപ്പമൊന്നുമില്ല, എല്ലാം റെഡിയോ. അപ്പോഴും എനിക്ക് സങ്കടമാണ്. കാരണം എന്റെ ഡെലിവറി ടൈമിലായിരുന്നു, വരാൻ പറ്റില്ലല്ലോ, കുഞ്ഞിനെ കാണാൻ പറ്റില്ല. എന്റെ ആഗ്രഹമായിരുന്നു എന്റെ ഡെലിവറി കഴിയുമ്പോൾ എന്റെ കുഞ്ഞിനെ ഏട്ടൻ തന്നെ എടുക്കണം എന്നുള്ള എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം അത്രയും വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന കുഞ്ഞായോണ്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് നടക്കത്തില്ല എന്ന് കരുതി കുറെ നാളെ, എനിക്കൊന്ന് 5 month
തൊട്ട് ഞാൻ ഏട്ടനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കാണുന്നത് എന്റെ 9 മന്തിലാ. അത് കണ്ടത് ഇവിടുത്തെ അച്ഛനും അമ്മയും അനിയത്തി എല്ലാവരുടെയും മുൻകൈ എടുത്തിട്ട് എന്റെ 7 മന്ത് ചടങ്ങ് നടത്തി. ആ സമയത്ത് ഇവരെല്ലാവരും ഏട്ടനെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ഏട്ടനെ കാണുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷവും സങ്കടം. തിരിച്ചു പോകാൻ നേരം എന്റെ ഏട്ടൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു ഏട്ടൻ തിരിച്ചിങ്ങ് പോകുന്നപ്പോ. അപ്പോഴും സങ്കടം, അയ്യോ എന്നെ ഡെലിവറിക്ക് വരുവോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് സർപ്രൈസിങ് ആയിട്ട് ഏട്ടൻ തനിയെ ഞങ്ങളുടെ കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് ആ വയ്യാത്ത കാല് വെച്ച് ഡ്രസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഏട്ടൻ വന്ന് പിറ്റേ ദിവസം എനിക്ക് ഡെലിവറിയുടെ പെയിൻ വന്നു. എനിക്ക് പെയിൻ ആണെന്ന് പോലും എനിക്കറിയില്ല. ആള് വന്ന സന്തോഷത്തില് ബോധം പോലും ഇല്ല ഞാൻ കിടക്കും. എനിക്ക് പെയിൻ ഇങ്ങനെ കൺട്രാക്ഷൻസ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. അപ്പൊ കുഞ്ഞിന്റെ അനക്കം നോക്കാൻ വന്ന സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇതിന് ഡെലിവറി പെയിൻ സ്റ്റാർട്ടായി, ഇത് അറിയാതെ ഇതിന് ബോധം പോയി കിടക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും ഞാൻ ചിരിച്ചിട്ട് ഉള്ള ബോധത്തിൽ ഞാൻ ചിരിച്ചിട്ട് അകത്തേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ഏട്ടനെയും അമ്മയും എന്റെ ചേട്ടനെയും ചേട്ടത്തിയെയും അച്ഛനെയൊക്കെ നോക്കി ചിരിച്ചിട്ടാണ് ഞാൻ ലേബർ റൂമിലേക്ക് കയറി അവര് ട്യൂബ് ഇട്ട് പെയിൻ ഇങ്ങനെ വന്ന് ബ്ലീഡിങ്. എനിക്ക് അപ്പോഴൊന്നും എനിക്ക് ആ പെയിനെ ഇതായിട്ട് ഇല്ല. ബ്ലീഡിങ് അതൊക്കെ പൊക്കോട്ടെ. എനിക്ക് പുറത്തിറങ്ങി ഏട്ടനെ കാണാലോ എന്നുള്ളൊരു സന്തോഷം, പിന്നെ കുഞ്ഞിനെ കാണാലോ എന്നുള്ള സന്തോഷം. അത് കഴിഞ്ഞ് ട്യൂബ് റിമൂവ് ആയി, ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിലേക്ക് വിട്ടു. അപ്പോഴും ഞാൻ ഏട്ടനെ തപ്പി. അപ്പൊ ഏട്ടൻ കാറിൽ ആ വയ്യാത്ത കാലം വെച്ചിട്ട് ആ കാറിൽ ഇരിക്കുക. വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പോലും വീട്ടിൽ പോവാതെ കാറിൽ തന്നെ ആ ഒരേ ഇരിക്കുക രാത്രി മുതൽ. പിന്നെ വന്ന് എന്നെ കണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചപ്പോ എന്നോട് ചോദിച്ചു, നീ എന്നാ ചിരിക്കുന്നത്? ഇല്ല, ഞാനിപ്പോ പോയിട്ട് പെട്ടെന്ന് വരും കേട്ടോ എന്ന് പറഞ്ഞു. ആ സത്യം പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ചിരിച്ചിട്ട് ലേബർ റൂമിൽ കയറിയ ആള് ഞാൻ മാത്രമായിരിക്കും. പിന്നെ കേറി ഡെലിവറി പെയിൻ വന്നു. അപ്പൊ ഓരോ പ്രാവശ്യവും പെയിൻ വരുമ്പോ ഒക്കെ നമ്മുടെ ദേഹത്തൊക്കെ ബ്ലീഡിങ് ആകുമ്പോൾ നൈറ്റിയും പാവാടയൊക്കെ പുറത്തുനിന്ന് മേടിക്കാൻ പോകും. അപ്പം സിസ്റ്റർമാർ പോയി മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പറയും, അരുണിമ ഹസ്ബൻഡ് തിരക്കായിരുന്നു കേട്ടോ, എങ്ങനെയുണ്ട്, അവർക്ക് പെയിൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഹസ്ബൻഡ് വെളിയിൽ ഇരിപ്പുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ തിരക്കുന്നു. ഓരോ പ്രാവശ്യം എന്റെ ഡെലിവറി തീരുന്നിടം വരെ, എന്നെ ലേബർ റൂമിൽ നടക്കുന്നിടം വരെ ഓരോ പ്രാവശ്യം സിസ്റ്റർമാർ പുറത്തേക്ക് പോകുമ്പോൾ എല്ലാം ഏട്ടൻ ചോദിക്കും, അവർക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓവർ പെയിൻ ആണോ, എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു നിന്നിട്ട് എനിക്ക് ആ ഒരു സന്തോഷം, എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കുഞ്ഞിന്റെ കാര്യത്തിലും ഒത്തിരി ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം ഏട്ടന് എന്റെ 5-ാം മാസത്തിൽ ഇതുപോലെ കാലിന് ആക്സിഡന്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 6 മാസമായപ്പോ കുഞ്ഞിന് വയറിന് വളർച്ചയില്ല. പിന്നെ എനിക്ക് ടെൻഷനാ. പിന്നെ ഒരു സൈഡിലായിട്ടാണ്, ഒരു സൈഡിൽ കുഞ്ഞ്. എനിക്ക് എങ്ങനെ സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എങ്ങനെ ഇപ്പൊ ഓക്കെ ആയി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആള് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു വല്ലാത്ത സ്ട്രഗ്ലിംഗ് ആണ്. യെസ് മാം, എല്ലാവരും പറയണ കേട്ടപ്പോ എനിക്കും പറയണമെന്നൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറയാൻ എന്റെ കുട്ടിയാണ്. എന്റെ കല്യാണം കഴിഞ്ഞത് ജനുവരി 2020-ലായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പുറത്താണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ വേണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. പക്ഷെ അത് ആവില്ല എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ഹസ്ബൻഡ് പുറത്തോട്ട് പോവുകയും ചെയ്തു. ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ അത് അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു, അത്രയ്ക്കും വയ്യാണ്ട് കിടക്കുന്ന സമയമായിരുന്നു. അപ്പൊ വന്നം എന്ന് ചേട്ടനോട് പറയുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ അതൊക്കെ അന്ന് പോയിട്ടുള്ളൂ, തിരിച്ചു വരാനുള്ള ഒരു ഇത് കിട്ടിയില്ല. പക്ഷെ ഫെബ്രുവരി ലാസ്റ്റൊക്കെ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് വളരെ അധികം സന്തോഷം ഉണ്ടായിരുന്നു ആ ടൈമിൽ. വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ് ഗ്രീഷ്മ. യെസ് മാം. ഗ്രീഷ്മ പറയൂ. എന്റെ ജീവിതത്തിൽ എനിക്ക് കുറേ നല്ല ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞാനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും ഒരു മൊബൈൽ മേടിക്കാനായിട്ട്. അങ്ങനെ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റൈഫൻഡ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോൺ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്രദറാണ്, അവൻ എന്നേലും ഒരു 1.5 വയസ്സ് ഇളയതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കണപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു എന്നാൽ ഞാൻ ലുലു മാളിൽ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ആള് കൂട്ടുകാരൻ്റെ ഒപ്പം പോയി കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പോയതാണ്. പോയിട്ട് ഒരു 6 മണിയായിട്ടും കാണില്ല. അപ്പൊ ഞാൻ അമ്മേനോട് ചോദിച്ചു അവൻ പോയിട്ട് വന്നില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 7 മണിയായി. 7 മണിയായിട്ടും വന്നില്ല, 8 മണിയായിട്ടും വന്നില്ല, 9 മണിയായിട്ടും വന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അവൻ ഒരു 8 മണി, ഒരു 8:30-ക്കുള്ളിലൊക്കെ വീട്ടിലെത്തണതാണ് പുറത്തേക്ക് പോയാലും. പക്ഷെ അന്ന് അവൻ +2 കഴിഞ്ഞിട്ട് +2 പഠിക്കണ പ്രായമാണ്.
അപ്പൊ അവൻ അത്രയും ദൂരെയൊക്കെ പോകാന്ന് വെച്ചാൽ അവൻ പോകാറുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായി. അവൻ പോയിട്ട് ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് അവസാനം അമ്മ എന്നെ ആശ്വസിപ്പിക്കണേ, അവൻ വരും, അവൻ എന്തായാലും വരുമല്ലോ, 9 മണിയല്ലേ ആയിട്ടുള്ളൂ, അവൻ വരും. അപ്പൊ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും അമ്മ എന്നെ ആശ്വസിപ്പിക്കണ ആ സമയം അമ്മ എന്നെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കണായിരുന്നു. അവൻ വരും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 9:30 ആയിട്ടും കാണാണ്ടായപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി. സൺഡേ ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പൊ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഫോണും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി, വേഗം ഒന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയാൽ മതി, അവൻ എന്താണ് ഇത്രയും നേരാവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ടെൻഷൻ അടിച്ച ആ സമയം എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ആകെ കൂടി അവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് അമ്മേനോടൊന്നും പറയാൻ പറ്റണില്ല. അമ്മ ഉണ്ടാണ്ട് ഞാനൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ വന്നപ്പോ എനിക്ക് ഞാൻ മനസ്സിലായി. എനിക്ക് അവനെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് അല്ലേ? അതൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് അവനെ കാണാണ്ടിരുന്നതിന്റെ ഒരു വിഷമം. പിന്നെ എനിക്ക് എന്റെ ഡെലിവറി ടൈമിലാണ്, കാരണം എന്റെ ഒരു ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ എന്റെ വീട്ടുകാരൊക്കെ ഒരുവിധം മിണ്ടാണ്ടൊക്കെ ഇരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് ആണ് എന്റെ അച്ഛന്റെ ഒരു പെറ്റായിരുന്നു ഞാൻ, അച്ഛന്റെ ആളായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം നമ്മുടെ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ശരിക്കും ഞാൻ ആ ഒരു അമ്മയുടെ ഒരു വില ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അമ്മേനെ മിസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ എന്റെ ഇവിടുത്തെ ഹസ്ബൻഡിന്റെ അമ്മയെന്ന് പറഞ്ഞാൽ ശരിക്കും അമ്മയുടെ പോലെ തന്നെയായിരുന്നു. എന്റെ ഡെലിവറി ടൈമിലൊക്കെ അമ്മയാണ് കൂടെ വന്നത്. അന്ന് വീട്ടുകാരൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അമ്മ എന്നോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ അമ്മേനെ ഞാൻ എന്റെ 9ാം മാസം, ഒരു 5 മാസമൊക്കെ ആയപ്പോ തന്നെ അമ്മ എന്നെ വിളിച്ചു തുടങ്ങി. എന്റെ 9ാം മാസമൊക്കെ ആയപ്പോ ഡെലിവറി ടൈമിലൊക്കെ അമ്മ എന്നെ ഇപ്പൊ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഡെലിവറിയുടെ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പം വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഡെലിവറിയുടെ സമയത്ത് നമുക്കറിയില്ല, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പൊ കുട്ടി ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്നിട്ട് നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറ്റില്ല, കാരണം അവരോട് പറയാൻ പറ്റില്ല വേദന തുടങ്ങി. കാരണം അവരെപ്പോഴും PV നോക്കും. അപ്പൊ നമുക്ക് ടെൻഷനാണ്, വേദന എടുത്തിട്ട്. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞ്, ചേച്ചിയൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു നീ നല്ല പെയിൻ ആയിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിക്കണായിരുന്നു. അങ്ങനെ നല്ല പെയിൻ ആയതിനു ശേഷമാണ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് എന്റെ ഒന്നാമത്തെ ടെൻഷൻ, എനിക്ക് സത്യം പറഞ്ഞാൽ ഡെലിവറിയുടെ സമയത്ത് ഉണ്ടായിരുന്ന രണ്ട് ടെൻഷനായിരുന്നു. ഒന്ന്, നമ്മള് നേക്കഡ് ആയിട്ട് കിടക്കണം, ഒന്നാമത്തെ ടെൻഷൻ. രണ്ടാമത്തെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ പോകുമോ എന്നുള്ളൊരു ടെൻഷൻ. കാരണം ചിലവർക്ക് അങ്ങനെ വയറ് കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ അപ്പൊ അതെനിക്ക് ഭയങ്കര ഷെയിം, എനിക്ക് ഭയങ്കര അത് രണ്ടുമായിരുന്നു എന്റെ മെയിൻ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഞാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കയറി, പെയിൻ വന്നു, ഭയങ്കരമായിട്ട് പെയിൻ വന്നു. ഡെലിവറിക്ക് വേണ്ടിയിട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഇത് വെള്ളം പൊട്ടി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടേഴ്സ് നിൽപ്പുണ്ട്. അവര് ജസ്റ്റ് മിസ്സായിരുന്നു, അവരുടെ മുഖത്തേക്ക് തെറിച്ചു തുടങ്ങി. അവര് ജസ്റ്റ് വന്ന് നോക്കി, അപ്പൊ തന്നെയാണ് ഇത് പൊട്ടിയത്. അപ്പൊ കുട്ടി വന്നിട്ടുണ്ട്, അല്ല ഡോക്ടർ പറഞ്ഞു വേഗാവട്ടെ, പുഷ് ചെയ്യ്, കുട്ടി വരുന്നുണ്ട്, ഗ്രീഷ്മ നല്ലോണം പുഷ് ചെയ്യുന്ന പറഞ്ഞാൽ. അങ്ങനെ ഞാൻ പുഷ് ചെയ്തിട്ട് വരുന്നില്ല. അപ്പോൾ വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, പഠിക്കാൻ വന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ഒപ്പം, മെയിൻ ഡോക്ടേഴ്സിന്റെ ഒപ്പം ഉണ്ടാവും. അവരെന്നിട്ട് പുഷ് ചെയ്തൊരു ആണ് ഡോക്ടറായിരുന്നു. പുള്ളി പുഷ് ചെയ്തു, കുട്ടി പുറത്തേക്ക് വന്നതിന് ശേഷം അവര് വേഗം നമ്മുടെ നെഞ്ചത്തേക്ക് ആ കുട്ടീനെ എടുത്ത് കമത്തി കിടത്തും. അപ്പൊ എന്റെ മോളെ ഞാനന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളെ കണ്ണ് തുറന്ന് വെച്ചിട്ട് എന്നെ തന്നെ നോക്കി ഇങ്ങനെ കിടക്കാണ്. അവള് സൗണ്ട് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതിനുശേഷം അവള് മിണ്ടുന്നില്ല, ഒരനക്കൂല. പക്ഷെ ഞാൻ ഡോക്ടറിനോട്, അപ്പൊ ഡോക്ടേഴ്സിന് പേടിയായി, അയ്യോ കുട്ടി മിണ്ടുന്നില്ല, അയ്യോ എന്താ കുട്ടി മിണ്ടുന്നില്ല. പിന്നെ അവരെടുത്ത് അടിക്കുന്നു, കമത്തി ഇഴുത്തിട്ട് അടിക്കുന്നു, തട്ടി നോക്കുന്നു, പുറത്ത് തട്ടി നോക്കുന്നു, ഒരു രക്ഷയില്ല, മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ഡോക്ടറിനോട് പറയണ്ടില്ല, അവള് സൗണ്ട് ഉണ്ടാക്കി, കുട്ടി സൗണ്ട് ഉണ്ടാക്കി, കുട്ടി മിണ്ടി എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ശ്രദ്ധിക്കുന്നില്ല. അവര് കുട്ടിയെ തട്ടി നോക്കിയിട്ടൊന്നും ഒരനക്കൂല. അവസാനം അവർക്ക് ടെൻഷൻ. അവരെന്നിട്ട് ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്തതിന് ശേഷം, ആ കട്ട് ചെയ്യുന്ന ആ മൊമെന്റിലാണ് അവള് കരഞ്ഞത്. അത്രയും സമയം അവൾ മിണ്ടാണ്ട് കിടന്ന് എന്നെ നോക്കിക്കൊണ്ട് നേരെ എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു മൊമെന്റ് ആണ് അത്. മുഖത്ത് നോക്കിയപ്പോ തന്നെ ഞാൻ പറഞ്ഞ, എന്റെ അച്ഛന്റെ മൂക്ക് കുറച്ച് വലുതാ. അപ്പൊ ഞാൻ മുഖത്ത് നോക്കിയപ്പോ തന്നെ പറഞ്ഞു, ഇത് അച്ഛൻ തന്നെ, ഉറപ്പിച്ചു, അത് അച്ഛൻ തന്നെ. അതാണ് എന്റെ ഏറ്റവും ഒരു നല്ലൊരു മൊമെന്റ്. ശരി. ആര്യ വികാസ്.
ആര്യ പറയാം മാം. 2014 ജൂൺ 12-ാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷം. എനിക്ക് ഒത്തിരി ആലോചനകൾ വന്നുന്നുണ്ടെങ്കിലും പക്ഷെ എനിക്ക് അടുത്ത് കെട്ടി പോകാനായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ എന്റെ അമ്മയ്ക്ക് കൂടുതൽ എന്നെ അടുത്ത് വിടാനായിരുന്നു താല്പര്യം. എന്റെ അമ്മ ഒരു ടീച്ചറായ എന്റെ അമ്മ എപ്പോഴും പറയും എന്റെ മോളെ അടുത്ത് തന്നെ വിടണം, എനിക്ക് കാണാനും കാണുകയും ചെയ്യാം, എനിക്ക് അവളെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും ചെയ്യാന്നൊക്കെ എപ്പോഴും പറയും. പക്ഷെ എന്റെ ആഗ്രഹം അച്ഛനും അമ്മയും എന്റെ സഹോദരങ്ങളൊക്കെ അറിയുന്ന ഒരാളായിരുന്നു എനിക്ക് വേണ്ടത്. അങ്ങനെ ഒരാളായിരുന്നു എന്റെ ചേട്ടൻ എനിക്ക് കിട്ടിയത്. ഒത്തിരി ആലോചന വന്നുണ്ടായിരുന്നു, തിരുവനന്തപുരവും മംഗലാപുരം ഒക്കെ ഒത്തിരി ആലോചന വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചേട്ടനോട് എപ്പോഴും പറയാം, ചേട്ടൻ എപ്പോഴും എന്നെ കളിയാക്കുന്നതൊക്കെ അങ്ങോട്ട് പോയി, നീ എന്തിനാ എന്നെ ഈ കെട്ടിക്കൊണ്ട് വന്നേ എന്നെപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കെട്ടിയത്, അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വേണം, പണവും സ്വർണവും ഒന്നും അല്ല ഞാൻ മോഹിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരാളെയായിരുന്നു എനിക്ക് വേണ്ടത്. പിന്നെ എന്റെ മക്കളെ നോക്കാനും എന്റെ വീട്ടുകാരെ നല്ല സ്നേഹിക്കാനും അറിയാനും ഒരു ആളെയായിരുന്നു എനിക്ക് വേണ്ടത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് പറയാനുള്ളത് 2017 ഇതൊക്കെ ആയപ്പോഴാണ് ഞാൻ മോളെ കൊണ്ട് 3 മാസമൊക്കെ ആയപ്പോ മോളെ കല്യാണം കഴിഞ്ഞ് 3 മാസം എന്റെ മോളെ കൊണ്ട് പ്രഗ്നന്റ് ആയത്. അപ്പൊ ഒരു ജൂൺ 5-ാം തീയതി ആയപ്പോ ഡെലിവറി ഡേറ്റ് വന്നു. ജൂൺ 17-ാം തീയതി ഡേറ്റ്. പക്ഷെ എനിക്ക് ഡേറ്റ് വരെയൊക്കെ ആവണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പറ്റിയില്ല. പക്ഷെ എനിക്ക് സിസേറിയൻ നോർമൽ ഡെലിവറി എനിക്ക് അത്ര പേടിയായതുകൊണ്ടാണ് ഞാൻ സിസേറിയനിലോട്ട് പോയത്. അപ്പൊ മോൾ എടുക്കുന്നത് വരെ ഞാൻ കണ്ടു. ഞാൻ എന്റെ അമ്മയോടും എന്റെ ചേട്ടായിയോടൊക്കെ ഞാൻ പറയുകയും ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ചേട്ടനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും തലേ ദിവസമൊക്കെ 3 ഇഞ്ചക്ഷൻ വരെ എടുക്കുന്ന ഹസ്ബൻഡ് ഒത്തിരി കരയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും ഇങ്ങനെ എന്റെ ഹാപ്പി മൊമെന്റ് എനിക്കുള്ളത്. എന്റെ എപ്പോഴും എന്റെ കൂടെ ഏറ്റവും സപ്പോർട്ടീവായി നിൽക്കുന്ന എന്റെ ഹസ്ബൻഡ്, എന്നെ പഠിപ്പിക്കാനും നോക്കുന്ന എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. എന്റെ വീട്ടുകാരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ. എന്റെ അമ്മയ്ക്ക് സ്പൈനൽ ഒരു ഇത് വന്നായിരുന്നു, നടുവിന് ഇച്ചിരി മുര പോലെ. അങ്ങനെ വന്നപ്പോ എന്റെ ഹസ്ബൻഡാണ് എന്റെ അമ്മയെ നോക്കുന്നത്. എന്റെ അമ്മ എപ്പോഴും പറയും, ഞങ്ങൾ 3 മക്കളിലും ഏറ്റവും കൂടുതൽ എന്റെ മോനാണ് എനിക്ക് അടുത്തുള്ളതെന്ന് എപ്പോഴും പറയും. എന്റെ അനിയനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ചേട്ടായിയെ തന്നെയാണ്. ഓക്കെ ആര്യ. നെക്സ്റ്റ് റിൻജ വർഗീസ്. റിൻജ പറയൂ. എന്റെ ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് മോളുണ്ടായത് തന്നെയാണ്. എനിക്ക് അവളെ പ്രഗ്നൻസി ടൈമിൽ ഒട്ടും ഭക്ഷണം കഴിക്കാനോ, പ്രത്യേകിച്ച് വെള്ളം പോലും പച്ചവെള്ളം പോലും കുടിക്കുമ്പോൾ നമുക്കത് ചൊകയായി ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം തോന്നുമായിരുന്നു. അപ്പൊ അങ്ങനെ 7-ാം മാസമൊക്കെ ആയപ്പോഴത്തേക്കും വാവയ്ക്ക് വളർച്ച കുറവൊക്കെ ഉണ്ടായി. പിന്നെ വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായി. അതിനുശേഷം 9 മാസമൊക്കെ ആയപ്പോഴത്തേനും പിന്നെ പ്രോട്ടീൻ പൗഡറും പിന്നെ നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിച്ച് അതൊക്കെ ഓക്കെ ആയി. എനിക്ക് ഡെലിവറിക്ക് കയറിയപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. കണ്ണുണ്ടാവോ അവർക്ക്, മൂക്കുണ്ടാവോ, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം നോർമൽ ഡെലിവറി തന്നെ കിട്ടി. എന്റെ മോളുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. ഇപ്പൊ 9 വയസ്സ് കഴിഞ്ഞു. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അവള് വളരെ ക്യൂട്ട് ബേബിയായിട്ട് കിട്ടിയത് തന്നെ. ഞാൻ ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ടും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെയായിരിക്കും വാവ പുറത്തു വരുന്നതാണ്. താങ്ക് യു. നെക്സ്റ്റ് രഞ്ജിത്ത് രഞ്ജിത്ത് എന്നുള്ളത് ആരാണ്? ഹായ് മാം. ഹായ് അനു, പറയൂ. ഞാൻ ഓഫീസിലായിരുന്നു, വർക്ക് ചെയ്യുമായിരുന്നു. അതാ നേരത്തെ വിളിച്ചപ്പം റിപ്ലൈ തരുന്നില്ല. എനിക്കും ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഡെലിവറി തന്നെയായിരുന്നു. ഫസ്റ്റത്തെ എനിക്ക് 2 മാസമായപ്പോൾ ഫസ്റ്റത്തെ ബേബി അബോർഷൻ ആയിപ്പോയതായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് സെക്കൻഡ് ബേബി ഉണ്ടാകുന്നത്. അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് വെയിറ്റ് കുറവായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ ആയിരിക്കും എന്നുള്ളത്. പിന്നെ അവളുടെ കഴുത്ത് ഇങ്ങനെ പൊക്കിൾക്കൊടിയിൽ ചുറ്റി കിടക്കുമായിരുന്നു. ലാസ്റ്റ് അന്ന് ഡെലിവറി പെയിൻ എടുത്ത് അന്ന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു പെയിൻ വന്നില്ല. 3 ദിവസം പെയിന്റെ വേദന വെച്ച് ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു 4 മണി വരെ നോക്കും, അത് കഴിഞ്ഞ് 4 മണിക്ക് കഴിഞ്ഞും വേദന വന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. കറക്റ്റ് 3:45 ആവുന്നു. അതാണ് ഹാപ്പി. മാമിന്റെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യുമോ? ഷെയർ ചെയ്യാം കേട്ടോ, വേറൊരു ദിവസം. ഒരാളെങ്കിലും വിളിക്കട്ടെ. ഈ രഞ്ജിത്ത് രഞ്ജിത്ത് എന്ന് പറയുന്നത് ആരാണ്? രഞ്ജിത്ത് രഞ്ജിത്ത് ആരാണ്? മാം ഞാനാണ് മാം, ദിവ്യ. ദിവ്യ, ഓക്കെ. ദിവ്യ പറയൂ.
മാം എന്റെ ലൈഫില് 2-3 സംഭവങ്ങളുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഒന്നാമത്തത് എനിക്ക് കൊറോണ ആയിരുന്നപ്പോഴാണ് ഞാൻ PSCയിലോട്ട് കയറിയത്, പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു ബേസ് പോലും ഇല്ലായിരുന്നു. എന്നാലും ഒറ്റയ്ക്ക് അത്യാവശ്യം ക്ലാസ്സിനൊന്നും പോകാതിരുന്ന് പഠിച്ചു. ആ വർഷത്തെ LGS ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര തുള്ളിച്ചാട്ടം ഒക്കെ ആയിരുന്നു. അത് പിന്നെ രണ്ടാമത്തെ കാര്യം, ഇടയ്ക്ക് നല്ല തലവേദനയും ഒക്കെ ആയിരുന്നു. തലവേദന എന്ന് പറഞ്ഞാൽ നല്ല തലവേദന, എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്ന് ഉറങ്ങാനോ പറ്റാത്തൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു MRI എടുത്ത് കാണിക്കണം, എന്തോ കുഴപ്പമുണ്ട് എന്ന് ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ MRI എടുത്തു. MRI എടുത്ത് പിന്നെ ആ റിസൾട്ട് വരെ ഒരാഴ്ച എന്തോ എടുത്തു. അപ്പൊ ആ ഒരാഴ്ച ഞങ്ങൾ വീട്ടിൽ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ പാരന്റ്സും ഒക്കെ അനുഭവിച്ച ആ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഉണ്ട് എന്നുള്ള രീതി തന്നെയാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ എണീറ്റ് പോലും ഇരിക്കത്തില്ലായിരുന്നു. അത്ര തലവേദന, ചെവിക്കകത്ത് വലിയൊരു സൗണ്ട് എന്ന് വെച്ചാൽ ഈ കടലിന്റെ ഈ തിരമാലയൊക്കെ ഇരമ്പുന്നില്ല, ആ ഒരു വോയിസ് ഇങ്ങനെ ചെവിയിൽ കേട്ടോണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ആ ഒരാഴ്ച കഴിഞ്ഞു, റിസൾട്ട് വാങ്ങിക്കാൻ പോയി. വാങ്ങി അത് തുറന്ന് വായിച്ചപ്പോഴാണ് അത്യാവശ്യം വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നി. പിന്നെ ഡോക്ടറിനെ കാണിച്ചപ്പോഴാണ് ഒരു വെയിൻ എന്തോ ഒരു ചെറിയൊരു വളവുണ്ട്, അപ്പം അത് വേറെ കുഴപ്പമില്ല, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുമ്പോൾ ശരിയാവും. ഡോക്ടർ പറഞ്ഞത് ഡോക്ടറത്തെ ട്യൂമർ അങ്ങനെ എന്തോ ആണ് വിചാരിച്ചത് എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അനുഭവിച്ച ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഫാമിലിയുടെ കൂടെ കഴിയാൻ കുറച്ചും കൂടി ദൈവം അവസരം തന്നല്ലോ എന്ന് ആലോചിച്ചിട്ടൊരു അങ്ങനെ. വെരി ഗുഡ്. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ദിവ്യ എന്നല്ലേ പേര്? ദിവ്യ മാം. ദിവ്യ, ഓക്കെ. പേരൊന്ന് മാറ്റിയിടാൻ പറ്റുമെങ്കിൽ ഇടണം കേട്ടോ, അല്ലെ നമുക്ക് പെട്ടെന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മറന്നു പോകുന്നില്ല എന്നുള്ള പേര്. പേരൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേരും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം സമയം കഴിഞ്ഞുകൊണ്ടിനി ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു അവസരം തരാം കേട്ടോ, ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആദ്യം തുടക്കത്തിൽ വിളിച്ചപ്പോ ആരും പറയാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു മനസ്സിലാവാഞ്ഞിട്ടാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഈ അനുഭവങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ആ ഇൻസിഡന്റ് നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്തപ്പോ എന്താ തോന്നിയത്? നമുക്കൊരു ഫീൽ ഫ്രീ ആയി. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. പക്ഷെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായത് സന്തോഷത്തെ കൂടുതൽ സങ്കടമല്ലേ ഉണ്ടായത്? എന്താണ് അതാണ് നമ്മൾ പറയാറില്ലേ, നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ ഒരു തോട്ടല്ല, നമ്മള് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷത്തെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമുക്ക് സങ്കടം വരും അല്ല, ഏറ്റവും സങ്കടപ്പെട്ട ഒരു നിമിഷത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് അങ്ങനെ വേണ്ടായിരുന്നു, ആ സമയത്തെ കുറിച്ച് പിന്നീട് ചിരിയും വരും, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വേറെ ക്ലാസ്സുകളൊക്കെ ചെയ്ത സമയത്ത് കുറെ പേര് കരഞ്ഞു. സന്തോഷമുള്ള സംഭവം പറഞ്ഞിട്ടും അവര് ഒരുപാട് കരഞ്ഞു കുറെ പേര്. ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ് പറഞ്ഞത്, പക്ഷെ കരഞ്ഞാ പറയണത്. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ചെയ്തു. മറ്റേ പേര് ഉണ്ടായിരുന്നു ഇവിടെ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇനി ഏത് രീതിയിലാണ് നിങ്ങൾ അത് സംസാരിക്കണമെന്ന് അറിയില്ല. ചില ക്ലാസ്സിൽ കുട്ടികൾ ചിലർ ഭയങ്കര ഇമോഷണലി വീക്കാണ്. നമ്മൾ എത്ര സൈക്കോളജി പഠിപ്പിച്ചു കൊടുത്താലും ആ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളവര് ഭയങ്കരമായിട്ട് കരയും. ഒരു കുട്ടി കരഞ്ഞ് സംസാരിക്കുകയായിരുന്നു. ഇൻസിഡന്റ് പറയാൻ പറഞ്ഞത് ലാസ്റ്റ് ഞാൻ നിർത്തിയതാണ്, പറയണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ആ അനുഭവിച്ച ആ ഒരു സമയത്തിലേക്ക് ഒരു തിരിച്ചു നോട്ടം, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ഇപ്പോഴും എത്രത്തോളം ഭംഗിയായിട്ട് എന്താണ് ഓർത്തെടുക്കുന്നു, എത്രത്തോളം ആ ഫീലിങ്സ് നിങ്ങൾ ഇപ്പൊ അത് ഉൾക്കൊള്ളുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ആക്ടിവിറ്റി മാത്രമാണ് കേട്ടോ. പിന്നെ നിങ്ങളെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. ആർക്കും ഒരു ഹേർട്ടൊന്നും ആയില്ലല്ലോ ചെയ്തിട്ട്? ഓക്കെ, യെസ്. ഒന്നുമില്ലല്ലോ, നമ്മുടെ റിയൽ ലൈഫിനെ കുറിച്ചിട്ട് ഒരു നിമിഷത്തെ കുറിച്ച് സംസാരിക്കാൻ കിട്ടിയ അവസരമല്ലോ. അങ്ങനെ ഒരിക്കലും ഹേർട്ടായിട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും കുറെ പേര് ഇത് കരഞ്ഞപ്പോ എനിക്കും ഒരു പേഴ്സണൽ വിഷമം തോന്നി. അത് നിങ്ങളുടേതായ ആ ഒരു മൊമെന്റിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തതായിരിക്കാം. ഓക്കെ, എന്തായാലും എല്ലാവരോടും ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. അപ്പൊ കുറച്ചും കൂടി നമ്മൾക്കൊന്ന് നിങ്ങളായിട്ടൊന്ന് അടുക്കാൻ പറ്റി. നമുക്കറിയില്ലായിരുന്നു, കുറെ പേരെ പേഴ്സണൽ അറിയില്ല. നിങ്ങളെ പറ്റി പേഴ്സണൽ ആയിട്ട് കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഓക്കെ, നമ്മൾ ഫാമിലിയിൽ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ എങ്ങനെ ഷെയർ ചെയ്യും, അതുപോലെ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്ലാസ് കഴിയുന്നത് വരെ നല്ലൊരു ഫാമിലിയാണ് അല്ലെ. 9 എന്ന് പറയുന്നത് നല്ലൊരു ഫാമിലിയാണ് മോണ്ടിസോറി ബാച്ചില്. പിന്നെ എന്താണ് ഒരാള് പോലും ഇത് പറയാതിരുന്നത്? മോണ്ടിസോറി ചേർന്നത് മാത്രം ഒരു ഭാഗ്യമായിട്ട് പറഞ്ഞില്ലായിരുന്നു. ഞാനത് പറയാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്.
ഞാൻ അതാണ് റഷിദ, നിങ്ങളുടെ ഹാപ്പിയസ്റ്റ് പേഴ്സണൽ ലൈഫിലെ കാര്യമാണ് ചോദിച്ചത്. കാരണം എന്റെ പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാണ്. പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. കൊറേ ചോദിച്ച് അങ്ങനെ ആദ്യം ആർക്കും വീട്ടുകാർക്ക് ആർക്കും സമ്മതമില്ലായിരുന്നു. ഹസ്ബൻഡിനും സമ്മതമില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഇപ്പൊ അപ്പൊ സമ്മതമായതാണ്. അപ്പൊ ആയതാണ്. അപ്പൊ അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത്. എന്റെ അവസരം തന്നല്ലോ നമുക്ക്, അല്ലെ? അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നമുക്ക് സൈൻ ഔട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? മിസ്സേ Good morning, Miss Adira. Good morning to all my friends. I am Archana from Kottayam. ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു ഇൻഫർമേറ്റീവ്, അതെല്ലാം മാറ്റിയിട്ട് മലയാളത്തിൽ സംസാരിക്കുകയാണ്. മിസ്സേ ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മുടെ ചിന്തകൾ പിന്നിലേക്കും പോയി. നമ്മുടെ കൂട്ടുകാരായ അരുണിമ, സുരമ്യ, അമൃത, മേഘന, നസ്രത്ത്, ഐശ്വര്യ, ദിവ്യ, സത്യം ഒരുപാട് ഇമോഷണൽ ആയിപ്പോയി അവരുടെ കഥകൾ കേട്ടിട്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്, പക്ഷെ മറ്റൊരാളിന്റെ കഥകൾ കേൾക്കുമ്പോൾ നമുക്കും എന്ത് പ്രശ്നങ്ങളും അതിജീവിക്കാമെന്ന് മിസ്സിന്റെ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലായി. ഒരുപാട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ മിസ്സിന്റെ ക്ലാസ്സിൽ സാധിക്കുന്നുണ്ട്. താങ്ക് യു മിസ്. ഞാനൊരു ചെറിയ തോട്ട് Now I say a small thought. The most powerful thing in life is our thinking, which has the ability to change any situation. Thank you, Miss. ഓക്കെ, പിന്നെ നമ്മളുടെ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റും. നമ്മുടെ ഫാമിലിയിലുള്ളതാണ് നസ്രത്ത്. നസ്രത്തിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. നസ്രത്തിന്റെ കാര്യം ആഗ്രഹിക്കുന്നത് നമുക്കറിയാലേ. അപ്പൊ നസ്രത്തിന് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം കേട്ടോ. മിസ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഹസ്ബൻഡിന്റെ സഹോദരി ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ആളാണ്. പക്ഷെ ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാറില്ല, ആള് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആൾക്ക് ഇതുപോലെ ഒരു 6 വർഷത്തിന് ശേഷമാണ് ഒരു കുട്ടി ഉണ്ടായത്. അവര് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അപ്പൊ ഓരോന്നിനും, പിന്നെ എന്റെ കസിൻ തന്നെ ഒരു ചേട്ടനും ഇതുപോലെ 10 വർഷത്തിന് ശേഷമാണ് കുട്ടി ഉണ്ടായത്. അപ്പൊ ആരും അതോർത്ത് വിഷമിക്കേണ്ട. നസ്രത്തിന്റെ കാര്യമാണെങ്കിൽ നമുക്കൊരു സമയമുണ്ട്. ആ സമയത്ത് എന്തായാലും നമുക്ക് ഈശ്വരൻ തരും. അങ്ങനെ തന്നെ വിശ്വസിക്കുക. കാരണം ഒരിക്കലും ഉണ്ടാവൂല എന്ന് പറഞ്ഞവർക്കൊക്കെ, എന്റെ അറിവിൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞവർക്കൊക്കെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രാർത്ഥനയിൽ ഇന്നും ഉണ്ടാവും. വിഷമിക്കാണ്ടിരിക്കുക. ഡോക്ടേഴ്സ് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയതാ എല്ലാ ഹോസ്പിറ്റലിനും. പക്ഷെ എനിക്കൊരു മോളുണ്ടായി. അതാ പറഞ്ഞ, ഞാൻ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എന്താണ് ചെയ്തത് എന്ന് വിചാരിച്ചിട്ട്. നസ്രത്തിന് നമ്മൾ കൊടുക്കണം. നസ്രത്ത് വിചാരിക്കണം, നസ്രത്ത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നസ്രത്ത് വളർത്തിക്കാൻ ഹാപ്പി ആയിട്ട് തന്നെ വളരെയധികം തന്നെ ഇരിക്കാൻ. ഒരിക്കലും മൈൻഡിനെ ഒരിക്കലും തളർത്താൻ ശ്രമിക്കരുത്. അത് ആ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റിലേക്ക് തന്നെ എത്തിച്ചേരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരിക്കലും വിഷമിച്ചിരിക്കരുത്. അപ്പൊ നമ്മുടെ മൈൻഡ് എപ്പോഴും അപ്സെറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ആബ്സെന്റ് മൈൻഡോടുകൂടി ഇരിക്കരുത്. എന്നും പ്രാർത്ഥിക്കാം, നന്നായിട്ട് പ്രാർത്ഥിക്കാം, നന്നായിട്ട് വർക്ക് ചെയ്യാം. പഠിക്കാനുള്ള കാര്യം, നമ്മൾക്ക് ദൈനംദിനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു മൊമെന്റിലേക്ക് എത്തിച്ചേരും. ഞങ്ങൾ എല്ലാവരും ഇത്രയും പേര് കൂടെ ഉണ്ട്, ഇത്രയും പേരുടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. ഓക്കെ, ഞാനാ സിമി. മോണ്ടിസോറിയുടെ ഒരു വ്യത്യാസം ഞാൻ പറയാൻ വേണ്ടിട്ടായിരുന്നു മിസ്സേ. ഞാൻ NIC ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കൊല്ലം പഠിച്ചു. ഞാൻ ഇപ്പൊ +2 NIC ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മോണ്ടിസോറിയുടെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടീച്ചർമാരായാലും സാറായാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഭയങ്കര സന്തോഷം നമുക്ക് ഈ ക്ലാസ്സിൽ കയറാൻ. അത് പറയാണ്ട് പറ്റില്ല. ഓക്കെ, ഞാൻ പറയാറില്ല നിങ്ങളോട്, നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രൂപ്പ് തന്നിട്ടില്ലേ പറയാനായിട്ട് സാറിന്റെ, അതിലേക്ക് പറയാം. നിങ്ങൾ ഒരിക്കലും എക്സ്പ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കരുത്. നിങ്ങൾക്കത് പറയാം കേട്ടോ. ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്താട്ടോ. സാറിന് വളരെ സന്തോഷമായിരിക്കും അത് കേൾക്കുന്നത്. ശരി ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. എന്താണ്? ആതിര മാമിന്റെ ക്ലാസ് വളരെ നന്നായിട്ടിരുന്നു. ഓക്കെ, താങ്ക് യു ആര്യ. ഓക്കെ, ശരി. ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അവസരം തരാം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് സെഷൻ ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.